ബർത്ത്ഡേ യാഷ് 39ാമത്തെ വയസ്സ് ആഘോഷിക്കുന്ന യാഷ് ആരാധകർക്ക് വേണ്ടി ടോക്സിക് എന്ന ചിത്രത്തിന്റെ ഒരു ചെറിയ അപ്ഡേറ്റ്, ഒരു കുഞ്ഞ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഗീതു മോഹൻദാസിന്റെ സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ പ്രിയപ്പെട്ട നായികയായിരുന്നു. മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ തന്നെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഗീതു മോഹൻദാസ് വളർന്നു. അതിനുശേഷം ടോക്സിക്കിലൂടെ യാഷിന്റെ കൂടെ ഗീതു മോഹൻദാസ് ഒന്നിക്കുകയും ചെയ്യുന്നു. വളരെ അഭിമാനം, സന്തോഷം തോന്നുന്നു മലയാളി എന്ന നിലയിൽ. എന്തായാലും ഈ ടോക്സിക് എന്ന ചിത്രത്തിന്റെ ഒരു 59 സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ വീഡിയോ ആണ്. അതിനകത്ത് വളരെ സ്റ്റൈലിഷ് ആയി കോട്ടും ഷൂട്ടും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഒരു സിഗാറൊക്കെ കത്തിച്ച ഒരു കൃത്യമായിട്ട് കെസിനോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാഷിൻ്റെ ഒരു എൻട്രി. അതിനുശേഷം കെസിനോയ്ക്കകത്തേക്ക് യാഷ് ചെല്ലുന്നു. മദ്യം, പെണ്ണുങ്ങൾ, ആണുങ്ങൾ, ആഘോഷം, നിറവ്, അങ്ങനെ എല്ലാത്തിലുമാണ് ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഒരു സെറ്റപ്പ് ഈ വീഡിയോയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് യാഷിൻ്റെ ഒരു ഫിലിമോഗ്രഫി തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷമായി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് യാഷ് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. KGF ശേഷം ലോകമെമ്പാടും യാഷിനെ അറിയുന്നു. 2022 ഏപ്രിൽ 14 KGF 2 എന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തു വരുന്നത്. ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വിചാരിച്ചാൽ, അത്രയധികം സെൻസേഷനായി മാറിയ ഒരു ചിത്രം 3 വർഷത്തിന് ശേഷമാണ് യാഷ് എന്ന നടൻ്റെ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് വരുന്നത്. ആലോചിക്കുകയെ കരിയറിൻ്റെ ഏറ്റവും പീക്ക് മോഡിൽ നിൽക്കുകയായിരുന്നു KGF 2 ശേഷം. KGF 1 ശേഷം അത്രയധികം റീച്ചിലേക്ക് സിനിമ പോകുന്നു. 2 കൂടി ആയതിനു ശേഷം വേൾഡ് വൈഡ് ഇമ്പാക്റ്റ് യാഷ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ സാവധാനം അദ്ദേഹത്തിൻ്റെ കരിയർ പേസ് ചെയ്തുകൊണ്ട് പോയി. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് യാഷ് എന്ന നടൻ്റെ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തു വരുന്നത്. ടോക്സിക് എന്ന ചിത്രം യാഷ് കമ്മിറ്റ് ചെയ്യുന്നു. ഗീതു മോഹൻദാസ് ആണ് സംവിധാനം എന്നതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും എന്തായിരിക്കാം ലുക്ക്, എന്തായിരിക്കാം ഫ്രെയിമുകൾ തുടങ്ങിയ നിരവധി സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം തൻ്റെ കരിയറിൻ്റെ പീക്ക് മോഡിൽ നിന്നുകൊണ്ട് പോലും സാവധാനം സമയം എടുത്തുകൊണ്ട് 3 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു അപ്ഡേറ്റ് വരുന്നത്. ഞാൻ ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, പ്രഭാസ് എന്ന നടനെ കൂടി സംബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. പ്രഭാസ് ബാഹുബലി 2 എന്ന ചിത്രത്തിന് ശേഷം ഒരുപാട് സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് കമ്മിറ്റ് ചെയ്യുകയും അതെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയും ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ്. രാധേശ്യാം ആവട്ടെ, സാഹോ എന്ന ചിത്രമായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ ഹൈപ്പിൽ വന്നെങ്കിൽ പോലും ഇതൊന്നും തിയേറ്ററിൽ വിജയകരമായി മാറിയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ആദിപുരുഷാണ്. ആദിപുരുഷ് എന്ന ചിത്രത്തെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം റിലീസായ സമയത്തും ഒക്കെ തന്നെ വമ്പൻ ട്രോളുകൾ ഇരന്നു വാങ്ങിയ ചിത്രവും കൂടിയാണ്. അതുകൊണ്ട് പ്രഭാസ് എന്ന നടൻ്റെ ഒരു കരിയർ ഗ്രാഫിലേക്കല്ല യാഷ് പോകുന്നത്. ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഒട്ടാകെ സംസാരിക്കപ്പെട്ട 2 ചിത്രം, ബാഹുബലി, KGF, ഈ 2 സിനിമയുടെയും ഫ്രാഞ്ചൈസികൾ തന്നെയാണ്. ആ ഫ്രാഞ്ചൈസികളിലെ പ്രധാനപ്പെട്ട നായകന്മാരുടെ കരിയർ തമ്മിലുള്ളൊരു ഡിഫറൻസിയേഷൻ മാത്രമാണ് ഞാനിത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എന്തായാലും ടോക്സിക് എന്ന ചിത്രം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ, കാരണം 3 വർഷത്തിന് ശേഷം വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു നായകൻ്റെ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ തവണ ആവർത്തിക്കപ്പെടുകയാണ്. KVN പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗീതു മോഹൻദാസ് ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായിരിക്കാം ചിത്രം ഒരു മാസ് അപ്പീലായിട്ടുള്ളൊരു ഓഡിയൻസിന് സന്തോഷപ്പെടുത്താനുള്ള രീതിയിലേക്ക് മാറുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരു കൃത്യമായ മറുപടി ഗീതു മോഹൻദാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ വന്ന് കാണ് എന്ന് ഗീതു മോഹൻദാസ് തന്നെ പറയുകയാണ് ഈ 59 സെക്കൻഡ് വീഡിയോ ക്ലിപ്പിൽ. കാരണം മൂത്തോൻ എന്ന ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഇന്റർനാഷണൽ അപ്പീൽ പോകുന്ന ഒരു ചിത്രമാണെങ്കിൽ പോലും അതൊരു മാസ് അപ്പീൽ, ഒരു മാസ് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സിനിമയല്ല. അപ്പോൾ അതുകൊണ്ട് യാഷ് വളരെ ടൈം എടുത്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഗീതു മോഹൻദാസ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയാണ് സംവിധായികയായ ഗീതു മോഹൻദാസ് ടോക്സിക്കിലൂടെ നൽകുകയും ചെയ്യുന്നത്. ഇനി ഉള്ള ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വമ്പൻ താരനിരയാണ് ചിത്രത്തിന് വേണ്ടി അണിനിരക്കുന്നത്. എന്തായാലും ഈ ഒരു ചെറിയ ക്ലിപ്പിംഗ് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്ന യാഷ് എന്ന നായകൻ. ഇതിന് ശേഷം വരാൻ പോകുന്ന 2 പ്രോജക്റ്റുകളാണ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് രൺബീർ കപൂറിനും സായി പല്ലവിയോടൊപ്പം തന്നെ യാഷ് പ്രവർത്തിക്കുന്നുണ്ട്. രാവണനായിട്ട് യാഷ് എത്തുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ്. അതോടൊപ്പം തന്നെ ഗൂഗ്ലി 2-ൽ യാഷ് എത്തുന്നുണ്ട്. കൃതി ഖർബണ്ടയുടെ കൂടെ ആയിരിക്കും യാഷ് പ്രവർത്തിക്കുക. ഈ 2 അപ്ഡേറ്റുകളാണ് യാഷ് എന്ന നടൻ്റെ ഒരു കരിയർ ഗ്രാഫിൽ നമുക്ക് നിലവിൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. എന്തായാലും ടോക്സിക് വൈറലാണ്. ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണുക. ബർത്ത്ഡേ പീക്കായിട്ടാണ് ടോക്സിക്കിൻ്റെ അണിയർ പ്രവർത്തകർ ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്.